ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയൊരു തമിഴ് സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ശിവകാർത്തികേയൻ നായകനായി മുരുകദോസ് സംവിധാനം ചെയ്ത് അനിരുദ്ധിൻ്റെ സംഗീതത്തിൽ ഒരുങ്ങിയിട്ടുള്ള മദ്രാസി. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഏറ്റവും പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ കാണാനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കിടിലനായിട്ട് തോന്നിയത് ഇതിൻ്റെ മേക്കിംഗ് ആണ്. മേക്കിംഗ് അതൊരു സംഭവമായിട്ടുണ്ട്. ഒരുപക്ഷെ റീസെൻ്റായിട്ട് വന്നൊരു വലിയ തമിഴ് സിനിമയുടെ ഒരു ആൻറ്റിസിപ്പേഷൻ ലെവലിൽ ആ സിനിമയിൽ കിട്ടാത്ത മേക്കിംഗ് ആണ് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. ഒരു ആക്ഷൻ സീൻസിന് ഇവർ കൊടുത്തിട്ടുള്ള ഷോർട്ട് ഡിവിഷൻസ്, ജസ്റ്റ് ഒരൊറ്റ തവണ കാണിക്കേണ്ട സാധനമൊക്കെ ഇവർ എടുത്തു വെച്ചിട്ടുള്ള ഒരു രീതി, അത് കട്ട് ചെയ്തിട്ടുള്ള രീതി, അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആക്ഷൻ സീക്വൻസുകളുടെ മേക്കിംഗ് ആണ്. അതാണ് ഈ പടത്തിലെ ഏറ്റവും ഹൈലൈറ്റ്. ഇല്ലേ, ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാ ആക്ഷൻ സീക്വൻസുകളും. ഫസ്റ്റ് ടു ലാസ്റ്റ് എല്ലാം അതവർ ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നത്, എഡിറ്റിങ്, അതിൻ്റെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി, ആക്ടേഴ്സ് അത് പുൾ ഓഫ് ചെയ്തിരിക്കുന്ന വിധം എക്സലൻ്റ് ആയിരുന്നു. അതാണ് ഈ സിനിമയുടെ ആദ്യാവസാനം പവർ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ചുമ്മാ കയറി ഇടിച്ചിട്ട് കാര്യമില്ല. ആ ഇടിയിലൊരു ഇമ്പാക്റ്റ് വേണം. ആ ഇടിയിൽ ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവണം. അങ്ങനെയുള്ളൊരു സിനിമയാണ് മദ്രാസി. ആ റീസണിന് കാര്യമായിട്ടുള്ളത് ഈ സിനിമയുടെ റൈറ്റിംഗ് ആണ്. അത് ഈ സിനിമയുടെ വലിയൊരു പോസിറ്റീവാണ്. ചില ഏരിയയിൽ ഭയങ്കര ഡൗൺ ആവുന്ന റൈറ്റിംഗ് പല ഏരിയയിലും ലെവലിലേക്ക് കയറിപ്പോവും. ഒരു നോർമൽ ഫ്ലോ അല്ല ഈ സിനിമയ്ക്കുള്ളത്. ഒരു പോയിന്റിൽ ഭയങ്കര ഹൈ ആവും, പിന്നെ ഇടയ്ക്ക് വല്ലാണ്ടൊന്ന് ലോ ആവും, പിന്നെയും കയറി വരും, പിന്നെ ഒന്ന് ലോ ആവും, പിന്നെ ഭയങ്കരമായിട്ട് കയറി വരും. ഇങ്ങനൊരു പരിപാടിയാണ്. അതിൽ ഈ ഹൈ മൊമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാണല്ലോ പക്ക വേർത്താണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് റൊമാൻറ്റിക് കോമഡി സീക്വൻസുകളുടെ ഇടയിൽ ഒരു 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 സീനുണ്ട്. ആ സീൻ നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്ന ഏത് സീനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആ സീൻ വർക്കൗട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ ഇമോഷൻസ് സെറ്റാണ്. ആ സീൻ ഇവിടെ ഫീൽ ചെയ്തു. അത് എന്താണെന്ന് പറഞ്ഞൂടാ, എൻ്റെ കൂടെ വന്നവർക്കും അതേപോലെ ഫീൽ ചെയ്തു. ആ സീൻ അങ്ങനെ ഫീൽ ചെയ്തതുകൊണ്ട് പിന്നീടുള്ള ആക്ഷൻ, പിന്നീടുള്ള ഒരു ത്രില്ലർ പരിപാടികളൊക്കെ നമുക്ക് വർക്കൗട്ട് ആവും. അതാണ് അവർ ചെയ്തിരിക്കുന്ന ആ സീനിൻ്റെ പവർ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവിടെയും മറ്റ് ക്യാരക്ടേഴ്സിനും ഫൈറ്റ് ചെയ്യാനുള്ളൊരു ഇമോഷൻ ഉണ്ട്. ഒക്കെ പോട്ടെ, ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഒരു പോലീസ് ക്യാരക്ടർ ആള്, ഞാൻ അങ്ങനെ സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആളുടെ പെർഫോമൻസിൽ പെട്ടെന്ന് പുള്ളിയുടെ ചില സീൻസ് വന്നപ്പോൾ അറിയാതെ രോമാഞ്ചം വന്നു പോയി. ശരിക്കും പഴയ മുരുകദോസ് സിനിമകളിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് കിട്ടി എന്നുള്ളത് എനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു. ഇപ്പോൾ മുരുകദോസിൻ്റെ പഴയ സിനിമകളിലൊക്കെ ചില സീക്വൻസുകളുണ്ടാവും. ഇപ്പോൾ രമണ സിനിമയിലെ ആ ഹോസ്പിറ്റൽ സീനൊന്നും ഒരിക്കൽ കണ്ടാൽ മറക്കില്ല. കത്തിയിലെ കോയിൻ ഫൈറ്റ്, തുപ്പാക്കിയിലെ മറ്റേ മാസ് ഷൂട്ട് ഔട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളില്ല. അതുപോലെ കുറേ സീൻസ് ഇതിലുണ്ട്. ഇതിലൊരു ഒരു ഒരു മാൻഷൻ്റെ അകത്തുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഗൺ ഷൂട്ടൊക്കെ ആയിട്ട്. സംഭവമായിരുന്നു അത്. അവിടെ ഇമോഷണൽ കണക്ട് പ്രോപ്പറായിട്ടുണ്ട്, അവിടെ ആക്ഷൻ സീക്വൻസ് പ്രോപ്പറായിട്ടുണ്ട്, അവിടെ ലൈറ്റിങ്, മേക്കിങ് എല്ലാം സെറ്റായിട്ടുള്ള സീക്വൻസ്. അത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിൽ. ഇത് പക്ക വേർത്താണ്. പെർഫോമൻസുകളൊക്കെ ഗംഭീരമായിരുന്നു. ശിവകാർത്തികേയൻ അത്രയും ഗിഡുവായിട്ട് ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികേയൻ്റെ ആ ക്യാരക്ടർ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, പക്ഷേ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ആ ക്യാരക്ടറിന്. അത് പുള്ളി അങ്ങനത്തെ ചില സീൻസൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. ഭയങ്കര കൺവിൻസിങ് ആയിട്ട്, ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഇമോഷണലി പെർഫോം ചെയ്യാൻ വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ച ഒരു സീനിനേക്കാൾ കൂടുതൽ പുള്ളി ബാക്കിയുള്ള മേജറായിട്ട് പുള്ളിയുടെ ഒരു ട്രാൻസിഷൻ സീക്വൻസുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിജു മേനോൻ്റെ കഥാവ്, അതുപോലെ പല സ്ഥലങ്ങളിലും നായകനെ ഔട്ട്സ്കോർ ചെയ്ത് ഷൈൻ ചെയ്തൊരു വില്ലനായിരുന്നു വിദ്യുത് ജമാൽ. പിന്നെ ബിജു മേനോൻ, വിദ്യുത് ജമാലിൻ്റെ ഫൈറ്റ് സീക്വൻസ്, ശിവകാർത്തികേയൻ്റെ പെർഫോമൻസ്, ഒപ്പം പറയേണ്ട സാധനമാണ് ബിജു മേനോൻ്റെ പെർഫോമൻസ്. ബിജു മേനോൻ്റെ ക്യാരക്ടർ, വിക്രാന്തിൻ്റെ ക്യാരക്ടർ, ഇത് ഒരു കണക്ഷൻ. ബിജു മേനോൻ്റെ ക്യാരക്ടറിന് ഇവർ കൊടുത്തിട്ടുള്ള ഒരു റീസണിങ് ഉണ്ട് ഫൈറ്റിൽ. അത് സംഭവമായിരുന്നു. അത് നമുക്കൊരു ഫീല് കിട്ടുന്ന, നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. അറിയാതെ കൈയടിച്ചു പോകും. ചുമ്മാ സ്റ്റാർസിനെ കണ്ടിട്ട് കൈയടിക്കുന്ന പരിപാടിയില്ല, അറിയാതെ കൈയടിച്ചു പോകും. അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൃത്തിയാണ്. ഈ പറഞ്ഞുകൊണ്ട് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്നോ ടോപ്പ് ക്ലാസ് ആണെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. കാരണം ഈ സിനിമയിൽ ചില ലോജിക്കൽ എറേഴ്സ് ഉണ്ട്. ബേസ് പ്ലോട്ടിൽ തന്നെ ചില ലോജിക്കൽ എറേഴ്സ് ഉണ്ട്. ചില സീനുകളൊക്കെ എന്തിനിങ്ങനെ വെച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ക്ലൈമാക്സിനോടടുത്ത് കുറച്ച് പരിപാടികളൊക്കെ കുറച്ച് ലേശം വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മ്യൂസിക്കൽ സൈഡ് നല്ല വീക്കായിരുന്നു. അനിരുദ്ധ് ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, അനിരുദ്ധ് കുറേ സിനിമകളിൽ പുള്ളി തന്നെ ചെയ്തിട്ടുള്ളതും മറ്റുള്ളവർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള മ്യൂസിക് ഇതിൽ തള്ളി കയറ്റുക. പിന്നെ ഒരുമാതിരി മദ്രാസി എന്ന് പറഞ്ഞിട്ടൊരു BGM ഉണ്ടാക്കി വയ്ക്കുക. അത് ഭയങ്കര ബോറായിരുന്നു. അതിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റിന് പകരം കുറച്ചുകൂടെ ബെറ്റർ BGMs ആയിരുന്നെങ്കിൽ ഈ സിനിമ ഒന്നുകൂടെ ഹൈ എലവേഷൻ കിട്ടിയാനെ. അല്ലാതെ തന്നെ എൻ്റെ റൈറ്റിങ്ങിൽ എലവേഷൻ ഉണ്ടെന്നുള്ളതുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോയി. അപ്പോൾ ഇത്തരം കാരണങ്ങളൊന്നും കൊണ്ട് കാണാതിരിക്കേണ്ട സിനിമയല്ല മദ്രാസി. തിയേറ്ററിലൊരു സ്റ്റെല്ലർ, അതൊരു ക്രൗഡിൽ ഒരു ഭയങ്കര അടിച്ചു പൊളിച്ച് കാണാവുന്ന ഒരു ആക്ഷൻ ത്രില്ലറാണ്. പെർഫെക്റ്റ്ലി പാക്ഡ് ആയിട്ടുള്ള പടമാണ് മദ്രാസി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റേ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.